ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നാടൻ കറി ഉണ്ടാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തവാഴ കുഞ്ഞുങ്ങളെയാണ്. ഇത് സാധാരണ നമ്മൾ ഏത്തവാഴ നടാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വാങ്ങുമല്ലോ, അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളാണിത്. ഇതിൽ നിന്നും കുറച്ച് വലിയതായ കുഞ്ഞുങ്ങളെ വേണമെങ്കിലും കറി വെക്കാൻ ഉപയോഗിക്കാം. ഇനി ഇത് കറി വെക്കാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം അറിയണം, കീടനാശിനിയോ രാസവളമോ ഒന്നും ഉപയോഗിക്കാത്ത കുഞ്ഞുങ്ങളെ വേണം നമ്മൾ കറി വെക്കാൻ വേണ്ടി എടുക്കാൻ. ഇത് ഞാനിപ്പോൾ എൻ്റെ പറമ്പിൽ നിന്നും പറിച്ചതാണ്. ഇനി ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ പിണ്ടി പലതരത്തിൽ കറി വെക്കും, അതുപോലെ തന്നെ കറി വെക്കുന്നതാണ് ഈ ഏത്തവാഴക്കുഞ്ഞ്. ഇതിനും പിണ്ടിയെപ്പോലെ തന്നെ നൂലുണ്ട്. അത് നമ്മൾ ചെറുതായി മുറിച്ചതിന് ശേഷം ചുറ്റിയെടുക്കണം. ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. കടല ഉപയോഗിച്ചാണ് ഇത് കൂട്ടുകറി വെക്കുന്നത്. 3-4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണിത്. ഇതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയും ഇടാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. അരമുറി തേങ്ങ, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ കുരുമുളക്, 2-3 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്. കടലയും വാഴക്കുഞ്ഞും വെന്തു. ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അരച്ചു വെച്ച തേങ്ങയും കൂടെ ഇടാം. ഇനി തേങ്ങ വേകുവോളം അടച്ചു വെച്ച് വേവിക്കാം. തേങ്ങ നല്ലതുപോലെ വെന്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് കൊടുത്തു. വലിയ ഉള്ളിയാണ് വഴറ്റിയിടുന്നത്. മൂത്ത് പോകരുത്, വഴറ്റിയെടുക്കുകയേ ചെയ്യാവുള്ളൂ. കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂട്ടുകറി റെഡിയായി.